കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് ഗ്ലാസ് നന്നായി പൊക്കി, AC-യുള്ള കാറ്, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനെ പുറത്തുനിന്ന് വിളിച്ചാൽ കേൾക്കുവോ? അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം പുറത്തറിയോ? അഥവാ ആ കാര്യം കാണാൻ കഴിഞ്ഞാലും ശബ്ദം കേൾക്കൂലല്ലോ, വായു കടക്കാതെ ശബ്ദം കേൾക്കൂലല്ലോ. അപ്പൊ ഖബറിലുള്ള മനുഷ്യനെ നമ്മൾ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു സംശയം മുസ്ലിമീങ്ങൾക്കുണ്ടാകേണ്ടതില്ല. കാരണം കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? അതേ വായുള്ളത് കൊണ്ട് കേട്ടുകൊള്ളണം എന്നില്ല, കാതുള്ളത് കൊണ്ട് കേട്ടുകൊള്ളണം എന്നില്ല. കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അതേ, ഇന്നക ലാ തുസ്മിഉൽ മൗതാ വമാ അൻത ബിമുസ്മിഇൻ ഫിൽ ഖുബൂർ. അതേ, കേൾപ്പിക്കുന്നത് ആരാണ്? അതാരുമല്ല, അല്ലാഹുവാണ്. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു കേൾപ്പിക്കുന്നു. അതുകൊണ്ടാണ് കാതുള്ള ചിലർക്ക് കാത് കേൾക്കുന്നില്ല, കാതുള്ളതുകൊണ്ട് കേട്ടോളണമെന്നില്ല. കാത് കേൾക്കാനുള്ളൊരു ഉപകരണമാണെന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, നാവുള്ളത് കൊണ്ട് സംസാരിച്ചു കൊള്ളണമെന്നില്ല, കണ്ണുള്ളത് കൊണ്ട് കണ്ടുകൊള്ളണമെന്നില്ല. കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, കാണിക്കുന്നവൻ അല്ലാഹുവാണ്. എന്തിനധികം പറയണം? അദ്ഹക വ അബ്കാ. ചിരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, കരയിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ആകയാൽ ഖബറിന്റെ സമീപത്ത് എന്ന് അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ് എന്ന് പറഞ്ഞാലും, അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും യാ അബീ എന്ന് ബാപ്പനെ വിളിച്ച് പറഞ്ഞാലും, ഹദീസിൽ വന്നതുപോലെ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിച്ചിട്ട് സലാം പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അത് അന്ധവിശ്വാസമല്ല. അതേ, കേൾക്കാത്ത ആളുകളെ വിളിക്കുകയല്ല. ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ഇന്നഹു ലയസ്മഉ ഖർഅ നിആലിഹിം. നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും ഖബറിലുള്ളവർ കേൾക്കുന്നു കേട്ടോ. ഖബറിലുള്ളവർക്ക് കേൾവിയുണ്ട്. എന്നാൽ എല്ലാവരുടെ കേൾവിയും ഒരുപോലെ അല്ലല്ലോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി